ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായി പോകാൻ ചാൻസ് ഉള്ളത് എന്ന് നോക്കാം. ഫസ്റ്റത്താണ് ഇൻസഫിഷ്യൻ്റ് ബ്രസ്റ്റ് സ്റ്റിമുലേഷൻ. അതായത് കുഞ്ഞ് കറക്റ്റായിട്ട് പാല് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ കുഞ്ഞിന് നമ്മുടെ അടുത്തില്ലാത്ത സാഹചര്യത്തിൽ പോലും പമ്പ് ചെയ്തോ എക്സ്പ്രസ് ചെയ്തോ പാല് പുറത്തോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റിന് പാല് കുറയാനുള്ള ചാൻസ്. അതായത് നമ്മൾ എത്രത്തോളം പാല് പുറത്തോട്ട് വരുന്നു അതിനനുസരിച്ചാണ് പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തോട്ട് വരുന്നതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് പാലിൻ്റെ അളവും കുറയും. പിന്നെ ഒരു കാരണമാണ് പുവർ ലാച്ച്. അതായത് കുഞ്ഞ് കറക്റ്റായിട്ട് ലാച്ച് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് കുഞ്ഞിന് പാല് ബ്രസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റായിട്ട് എംപ്റ്റി ആവുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും പാല് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാരണം ഡീഹൈഡ്രേഷൻ. മദർ ഒട്ടും വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫ്ലൂയിഡ്സ് നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുന്നില്ല. ഇപ്പോൾ വെള്ളം നല്ല ജ്യൂസായിട്ടോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നില്ലെങ്കിൽ അത് മിൽക്ക് സപ്ലൈനെ അഫക്റ്റ് ചെയ്യും. പിന്നെ അത് പുവർ ന്യൂട്രീഷൻ. കറക്റ്റായിട്ടുള്ള ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ടുള്ള ഫുഡും കഴിച്ചു പോകണം. പക്ഷേ പാലിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായ പ്രോട്ടീൻസും കലോറീസും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ലെന്നെങ്കിലും മിൽക്ക് പ്രൊഡക്ഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാരണമാണ് സ്ട്രെസ്സ്. നമ്മൾ സ്ട്രെസ് ആവും തോറും ഓക്സിറ്റോസിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു പോകും. അപ്പോൾ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ പാലിനെയും എഫക്റ്റ് ചെയ്യും. പിന്നെ ഒരു കാരണമാണ് മെഡിക്കൽ റീസൺസ് കൊണ്ട് വരാം. ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് സർജറി ഉണ്ടെങ്കിലൊക്കെ പാല് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ പാല് കുറവുണ്ട് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ലാക്ടേഷൻ കൺസൾട്ടൻറ്റിനെയോ കാണാനായിട്ട് ശ്രമിക്കുക.